ഹായ് ഫ്രണ്ട്സ്, LICയിൽ ഒഴിവുകൾ പെരുകുന്നു. അസിസ്റ്റൻ്റ് നിയമനം വിളിച്ചിട്ട് 5 വർഷം. 2019 2500 ഒഴിവുകൾ ഇനിയും നികത്തിയിട്ടില്ല. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അപ്രഖ്യാപിത നിയമന നിരോധനം. ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ക്ലാസ് 3 വിഭാഗത്തിലെ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് 2019 സെപ്റ്റംബറിലാണ് അവസാനമായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ഇതിലെ നിയമ നടപടികൾ വൈകിയതിനെ തുടർന്ന് വിജ്ഞാപനം ചെയ്ത ഒഴിവുകളിൽ അധികവും ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ക്ലാസ് 1-2 തസ്തികകളായ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അപ്രന്റീസ്, ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്നിവയിലേക്ക് വിജ്ഞാപനം ക്ഷണിച്ചിട്ട് 2 വർഷത്തോളമായി. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലെ 300 ഒഴിവുകളിലേക്കും അപ്രന്റീസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ തസ്തികയിലെ 9394 ഒഴിവുകളിലേക്കും 2023 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അപേക്ഷ ക്ഷണിച്ചത്. രാജ്യത്ത് എല്ലായിടത്തും ഓഫീസുകളുള്ള പ്രമുഖ സ്ഥാപനമായതിനാൽ LICയിലെ അസിസ്റ്റൻ്റ് ജോലി ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്ന മികച്ച അവസരമാണ്. ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. 7983 ഒഴിവിലേക്കായിരുന്നു 2019 വിജ്ഞാപനം. കേരളത്തിൽ 5 ഡിവിഷണൽ ഓഫീസുകളായി 165 ഒഴിവാണ് ഉണ്ടായിരുന്നത്. കോടതി വ്യവഹാരത്തിൻ്റെ പേരിലും കോവിഡ് കാരണവും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച നിയമനം നടക്കാൻ 2 കൊല്ലത്തിലേറെ എടുത്തു. അപ്പോഴേക്കും നിയമനത്തിന് തയ്യാറായി വന്നവരുടെ എണ്ണം കുറഞ്ഞു. 5200-നടുത്ത് ആളുകളാണ് നിയമനം നേടിയത്. ഉദ്ദേശം 2800 ഒഴിവുകൾ നികത്തിയിട്ടുമില്ല. കേരളത്തിൽ മെയിൻ, സപ്ലി ലിസ്റ്റുകളിൽ നിന്നായി ആകെ ജോയിൻ ചെയ്തത് 74 പേരാണ്. ബാക്കി 91 ഒഴിവ് നികത്താനുമായിട്ടില്ല. 2026-27 വർഷം LICയിൽ രാജ്യത്താകെ വലിയ റിട്ടയർമെൻറ്റ് നടക്കാനുണ്ടെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. നിയമന നടപടികൾ ഇനിയും നീണ്ടുപോയാൽ LICയുടെ ദൈനംദിന പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനിടെ താൽക്കാലിക നിയമനങ്ങൾ വർദ്ധിപ്പിക്കാനാണ് അധികൃതർ താൽപ്പര്യം കാണിക്കുന്നതെന്നും ആരോപണമുണ്ട്. മുൻകാലങ്ങളിൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ 1 ലക്ഷത്തിലേറെ പേർ ജോലി ചെയ്തിരുന്നു. ഇന്നാവട്ടെ ക്ലാസ് 1-4 വരെയുള്ള എല്ലാ തസ്തികകളിലേക്കുമായി ജീവനക്കാരുടെ എണ്ണം 1 ലക്ഷത്തിൽ താഴെയാണ്. ക്ലാസ് 3 തസ്തികകളിൽ ജോലികളെല്ലാം ഡിവിഷൻ തലത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.